കൃഷിവിഷൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് ശാസ്താവിൻ്റെയും ഭദ്രകാളിയുടെയും വാഹനത്തെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകിച്ച് ശാസ്താവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വാഹനം പുലിയാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കഥയാണ്. കാരണം അയ്യപ്പൻ്റെ വളർത്തമ്മ കള്ള വയറുവേദന അഭിനയിച്ച് ഇരിക്കുമ്പോൾ മരുന്നിനായിട്ട് കാട്ടിലേക്ക് അയ്യപ്പൻ പോവുകയാണ്. ആ സമയത്ത് ദേവേന്ദ്രൻ പുലിപ്പുറത്ത് വന്ന് അയ്യപ്പനെ ആ പുലിപ്പുറത്ത് കയറ്റുന്നു. അപ്പം അതുകൊണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് പുലിയാണ് അയ്യപ്പൻ്റെ വാഹനമെന്ന്, മറിച്ച് വെള്ളക്കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനമെന്ന് പറയുന്നത്. ഇനി ഭദ്രകാളിയുടെ വാഹനത്തെപ്പറ്റി നമുക്ക് നോക്കാം. ഭദ്രകാളിയുടെ ധ്യാനത്തിൽ തന്നെ അതിൻ്റെ വാഹനത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. കാളീം മേഘസമപ്രഭാം തൃനയനാം വേതാളഖണ്ഡസ്ഥിതാം ഖഡ്ഗം കേട കപാലധാരികശിരകൃത്വാ കരഗ്രേഷുജ ഭൂതപ്രേത പിശാചമാതൃസഹിതാം മുണ്ടസ്രജാലങ്കൃത വന്ദേ ദുഷ്ടം അസൂരികാദിവിവിധാം സംഹാരിണീം ഈശ്വരീം. കാളീം മേഘസമപ്രഭാം തൃനയനാം വേതാളഖണ്ഡസ്ഥിതാം, അതായത് വേതാളമാണ് ഭദ്രകാളിയുടെ വാഹനമെന്ന് പറയുന്നത്. ആ വേതാളത്തിൻ്റെ കഴുത്തിന് മുകളിലായിട്ട് കാലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഭദ്രകാളിക്കുള്ളത്. നമുക്ക് ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടെ പ്രത്യേകിച്ച് കൊടിമര പ്രതിഷ്ഠ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊടിമരത്തിൻ്റെ മേളിലായിട്ട് നമുക്ക് അതാത് ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വാഹനത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കൊടിമരത്തിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ദേവനെയാണ് അല്ലെങ്കിൽ ദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും.